നമസ്തേ. അപ്പോൾ നമ്മളിന്നിവിടെ സംസാരിക്കുമെന്ന വിഷയം ശരീരവിജ്ഞാനികളുടെ അഭിപ്രായത്തിൽ കൂർക്കം വലി പരിപൂർണ വിശ്രമത്തിൻ്റെ സൂചനയാണെന്നാണ് പറയുന്നത്. ശരീരവിജ്ഞാനികളുടെ അഭിപ്രായത്തിൽ കൂർക്കം വലി പരിപൂർണ വിശ്രമത്തിൻ്റെ സൂചനയാണ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കൂർക്കം വലി എന്ന് പറയുമ്പോൾ ഈ കൂർക്കം വലിക്കുന്നവർ ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഇടയിൽ നമ്മുടെ ഈ അനുഭവത്തിനിടയിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. ചിലവർ നമ്മൾ അമ്പരന്ന് പോകാറുണ്ട്. ഇത്രയും ഭീകരമായ കൂർക്കം വലിയോ, അതിഗംഭീരമായി വലിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് ഭയങ്കര വലികളൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേകതരം ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ രക്ഷപ്പെടാനും പറ്റാത്ത സന്ദർഭങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഒരുപാട് ഇത്തരം ഒരു ശീലങ്ങൾ പലരുടെയും ഇടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മുതിർന്നവരുടെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരുപാട് ക്ഷീണിതരായ ഇടയിൽ നമുക്കിത് കാണാൻ കഴിയുന്നതാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്തരം സ്വഭാവക്കാരെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ദിസ് ഈസ് രമേശ് മേനോൻ ഫ്രം നിദ്രയോഗ ഫൗണ്ടേഷൻ. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്തരം ഭീകരമായിട്ടുള്ള സൃഷ്ടി കൂർക്കം വലി അതിഗംഭീരമായി വലിക്കുന്നവരെ നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ നമ്മൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം വീട്ടിൽ പോലും ചില സമയങ്ങളിൽ ചിലരുടെ ഇടയിൽ നമുക്കിത് കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഞാനും എൻ്റെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാനും പലരെയും കണ്ടിട്ടുണ്ട്. ഇത്രയും ഭയങ്കര ഒരു വലിക്കുന്ന ഇതുപോലെ കുട്ടിക്കാലത്തും അതുപോലെ നമ്മുടെ ചില ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഇത്തരം ശീലക്കാരെ നമ്മൾ പല സമയത്തും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒരു വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയാണ്. അത് വലിച്ചു കഴിഞ്ഞാൽ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക വലിയാണ്. അത് എവിടെ നിന്നാണ് ഇത്രയും ഗംഭീരമായി ഇത്രയും ശബ്ദം വരുന്നു എന്ന് പറഞ്ഞ് നമുക്കത് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം ഇപ്പം ഞാനൊക്കെ വീക്ഷിച്ചിട്ടുണ്ട് ഇത്രയും ഈ ശബ്ദം എങ്ങനെയാണ് വരുന്നത്. നമുക്കത് ഒന്ന് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയത് ഞാനത് ഉണ്ടാക്കിയ പോലെ എനിക്ക് അത്രയും ഗംഭീരമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ശബ്ദം. അപ്പോൾ അത്രയും ഭയങ്കരമായിട്ട് വലിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലരെ ഞാൻ വീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ വലിക്കുമ്പോൾ ഒരുപാട് സമയം അത് തുടർന്ന് വലിച്ചു കൊണ്ടിരിക്കണം. അത് എത്ര സമയം നമുക്ക് ഒരു ഭയങ്കര ക്ഷീണിതനായിട്ട് അവർ ഉറങ്ങുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ജ്ഞാനികളൊക്കെ ഇതിനെ പറഞ്ഞു വെച്ചിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപൂർണ വിശ്രമം അവർ പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂർക്കം വലിക്കാരെ അവർ പരിപൂർണ വിശ്രമം നേടുകയാണെന്നാണ് പറയണത്. പരിപൂർണ വിശ്രമമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു പരിപൂർണ വിശ്രമം എന്നല്ല ഇത് പറയാം. കാരണം ഇത് ശരിക്കും ഒരു അസുഖമാണ്. ഇത്തരം തരക്കാരെന്ന് പറഞ്ഞാൽ അമിതമായി കൂർക്കം വലി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു അസുഖമാണ്, രോഗലക്ഷണങ്ങളാണത്. കാരണം അവരുടെ ശ്വാസഗതി, അവരുടെ ശരീരത്തിൻ്റെ ഒരു സ്ഥിതി ശരിയായ രീതിയിൽ അല്ലാത്തത് കൊണ്ടാണ് ഇത്തരം കൂർക്കം വലിക്കാർ നമ്മുടെ ഇടയിൽ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഭീകരമായ കൂർക്കം വലി സൃഷ്ടിക്കുന്നവരെ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ ചികിത്സിക്കണം. അവർക്ക് ശരിയായിട്ടുള്ള റെസ്റ്റ് ഡേ ബൈ ഡേ അവരുടെ ശരീരത്തിനും മനസ്സിനും വേണ്ട കാര്യങ്ങൾ ഒരു റൊട്ടീൻ അവരെ കൊണ്ട് ശീലിപ്പിച്ച്, അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ശരിയായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്തരം അവരുടെ ശരിയായിട്ടുള്ള കുറച്ച് വ്യായാമങ്ങളും കുറച്ച് ശരിയായ ആഹാര രീതിയും ശരിയായിട്ടുള്ള വിശ്രമം അവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത്തരം കൂർക്കം വലിക്കാർ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരിത് മനസ്സിലാക്കണം, അവരെന്താണോ വേണ്ടത്. അവർക്കറിയാതെ സ്വയം മനസ്സും ശരീരവും അവർ കുറച്ചും കൂടി കൂടുതൽ ഡിസ്റ്റർബ് ആയതുകൊണ്ടാണ് അത് കൂടുതൽ അബോധാവസ്ഥയിൽ നമ്മൾ ക്ഷീണം വരുമ്പോഴും അബോധാവസ്ഥയിൽ നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെയാണ് ഇത്തരം ഭീകരമായ ഈ വലികൾ നമ്മൾ ഇത്രയും ശക്തമായി ഉറങ്ങുന്നത്. അല്ലെങ്കിൽ ഉറക്കം എന്നല്ലാതിന് പറയാം, അത് ഭീകരമായ അങ്ങനെ ആവരുത് നമ്മുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നമുക്ക് അല്പം ബോധം വേണം എന്നുള്ളതാണ് പറയുന്നത്. അതിഭയങ്കരമായി നമ്മളിങ്ങനെ അബോധാവസ്ഥയിൽ ഉറങ്ങരുത് എന്നുള്ളതാണ്. അപ്പോൾ എത്ര തന്നെ നമ്മൾ ക്ഷീണിതനായി വന്ന് കിടന്നോട്ടെ, ഒരു പക്ഷേ ഭയങ്കര 24 hours നമുക്ക് ജോലിയായിരിക്കും, അല്ല ഭയങ്കര ഒത്തിരി
ക്ഷീണം വരുന്ന ഒത്തിരി കഷ്ടപ്പാടുള്ള ജോലിയായിരിക്കും. എന്നാൽ തന്നെ നമുക്ക് ശരിയായിട്ടുള്ള ഒരു വിശ്രമം നമ്മുടെ ശരീരത്തിനും മനസ്സിനും കൊടുക്കാൻ ഡെയിലി കഴിയുന്നവർക്ക് ഇത്തരം ഈ ഒരു രോഗാവസ്ഥയിലല്ലാത്ത ഒരു മനുഷ്യന് തീർച്ചയായിട്ടും നല്ല ഒരു ഇത്തരം ശബ്ദങ്ങളോ ഇത്തരം വികൃതമായ ശബ്ദങ്ങളോ വരാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ശാരീരികമായും മാനസികമായിട്ടും തീരെ അശ്രദ്ധരായി നടക്കുന്നവരും തോന്നിയ രീതിയിൽ ജീവിക്കുന്നവരുടെ ഇടയിലാണ് ഇത്തരം അതിഗംഭീരമായ ഈ ശബ്ദം, കൃത്യനിഷ്ഠയോ കറക്റ്റായിട്ടുള്ള ശ്രദ്ധയോ ഇല്ലാത്തവരുടെ ഇടയിലാണ് ഇത്തരം അതിഗംഭീരമായ ഈ വലി സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. അത് ശരിയായിട്ട് ചികിത്സിക്കേണ്ടതാണ്. ഈ വലി ഇത്രയും അതിഗംഭീരമായിട്ടുള്ള ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും നമ്മൾ ചികിത്സിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് ഡിവേഴ്സ് വരെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ ചിലപ്പോൾ ഭാര്യയ്ക്കായിരിക്കും, ചിലപ്പോൾ ഭർത്താവിനായിരിക്കും, ചിലപ്പോൾ കുട്ടികൾക്ക് പോലും ചിലരുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം നമ്മുടെ ഇടയിൽ നിന്നാണ് ഈ കുട്ടികൾക്ക് നമ്മുടെ ശീലങ്ങളും ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികൾക്കും ഈ ശീലങ്ങൾ അവരുടെ ഇടയിലും ഇത് കാണാൻ കഴിയും. അപ്പോൾ നമ്മളെ ഇത്തരം ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയിൽ അതിനെ നമ്മൾ സെറ്റാക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിന് ശരിയായിട്ടുള്ള പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള വിശ്രമം, ശരിയായിട്ടുള്ള ഉറക്കം, ശരിയായിട്ടുള്ള ആഹാരം, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ശീലമാക്കുക. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറിൽ വിളിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. ശരിയായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അഡ്വൈസും നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും. ഇത്തരം ഈ വിശ്രമമില്ലാത്ത രീതികളും ഇത്തരം അബോധാവസ്ഥയിൽ വന്ന് കിടക്കുന്ന ആളുകളും ഈ ഒരു അപസ്വരങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തികളെ നമുക്ക് ശരിയായിട്ട് ചികിത്സിച്ച് ഈ ഒരു അസുഖത്തെ നമുക്ക് നേരെയാക്കാൻ കഴിയും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് ഭേദപ്പെടുത്താൻ കഴിയും. കാരണം തീർച്ചയായിട്ടും നല്ലൊരു ശബ്ദമല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഇതിനെക്കുറിച്ച് ഏറെ ഭാവങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ കൂർക്കം വലിയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമസ്തേ.